തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് വെറുതെ ഒന്നും പറയാറില്ല. എന്നാൽ പറഞ്ഞാൽ ആ പറഞ്ഞത് ചെയ്തിരിക്കും എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും. 2026 ഓഗസ്റ്റ് 13-14 കണക്കുകൾ പ്രകാരം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നയിക്കുന്ന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിക്ഷേപ പ്രഖ്യാപനങ്ങളിൽ വലിയൊരു തുക നേടിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ തൊട്ടയൽപക്കത്ത് ഇങ്ങനെ നടക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ കേരളം തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ച സതീശൻ സർക്കാർ എവിടെ നിൽക്കുന്നു എന്ന് കേരളം ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു. ഇവിടെ വെറും വാചകമടി മാത്രം. എന്നാൽ ജോസഫ് വിജയ്ക്ക് വാചകമടിയല്ല, കാര്യങ്ങൾ നടത്തി കാണിക്കുന്നു. ശരിക്കും മാതൃക ആക്കാവുന്ന ഒരു മുഖ്യമന്ത്രി. ഇപ്പോഴും കേരളത്തിൽ മധുവിധുക്കാലം കഴിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ. ടാറ്റയുടെ വൻ നിക്ഷേപം വരുന്നു എന്ന് പറഞ്ഞിടത്ത് സതീശൻ സർക്കാരിന് പറ്റിയ അമളി ഉണ്ടാക്കിയ നാണക്കേട് കുറച്ചൊന്നുമല്ല. അതാണ് പറഞ്ഞത്, കേരളത്തിൽ വെറും വാചകമടി മാത്രമേ ഉള്ളൂ എന്നാണ് ജനസംസാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ച കപ്പൽ നിർമ്മാണ പദ്ധതിയെപ്പറ്റി അറിയില്ല എന്ന് വ്യക്തമാക്കി ടാറ്റ തന്നെ രംഗത്ത് വന്നിരുന്നത് കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി. കേരളത്തിൽ ഇന്നലെ ഒരിടത്തും കപ്പൽ നിർമ്മാണശാലയ്ക്ക് നിക്ഷേപം നടത്തുന്നില്ല എന്നും ടാറ്റ ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു. 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ട് അമ്പരന്നുവെന്നും 10,000 കോടിയുടെ നിക്ഷേപത്തിനുള്ള സന്നദ്ധത അറിയിച്ചിട്ടില്ല എന്നും ടാറ്റ ഗ്രൂപ്പ് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. ആദ്യ 100 ദിവസത്തിനുള്ളിൽ ഏകദേശം 1 ലക്ഷം കോടിയിലധികം നിക്ഷേപങ്ങളാണ് തമിഴ്നാട്ടിൽ എന്നാണ് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 13 വെട്രി തമിഴ്നാട് ഇൻവെസ്റ്റർ കോൺക്ലേവ് 97 MOUകൾ വഴി 67,542 കോടി നിക്ഷേപം കരസ്ഥമാക്കി. ഏകദേശം 1.2 ലക്ഷം തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനു പുറമെ ഓഗസ്റ്റ് 13 വിപുലമായ കണക്കിൽ 106 പദ്ധതികളിലായി 1,02,514 കോടി നിക്ഷേപ കരാറുകൾ ലഭിച്ചതായും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിലൂടെ ഏകദേശം 1.21 ലക്ഷം തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉദാഹരണത്തിൽ LNT മാത്രം 18,600 കോടി നിക്ഷേപിക്കാനുള്ള MOU ജൂണിൽ ഒപ്പുവെച്ചു. അതിനാൽ വിജയ് സർക്കാർ കൊണ്ടുവന്ന നിക്ഷേപം എത്ര എന്ന് ഒറ്റ സംഖ്യയിൽ പറയണമെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കിൽ ഏകദേശം 1.2 ലക്ഷം കോടി നിക്ഷേപ പ്രതിബദ്ധതകൾ എന്നാണ് പറയുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, MOU എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് എന്നത് സർക്കാർ ഖജനാവിലേക്ക് എത്തിയ പണം എന്ന അർത്ഥമില്ല. കമ്പനികൾ ഭാവിയിൽ നടപ്പാക്കാൻ പ്രഖ്യാപിച്ച നിക്ഷേപ പദ്ധതികളാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകളോടെ കേരളം കണ്ട സതീശൻ സർക്കാർ 100 ദിവസം കടക്കുമ്പോൾ അതുപോലെ തന്നെയുള്ള വിജയ് സർക്കാർ കൊണ്ടുവന്ന നിക്ഷേപ പദ്ധതികളെ കുറിച്ചുള്ള വാർത്തകൾ പങ്കുവെക്കുമ്പോൾ കുറച്ച് വിഷമം ഉള്ളിലില്ലാതില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം നിക്ഷേപങ്ങൾ ഇതുപോലെ വരാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തും പ്രതിസന്ധി കാലത്ത് ഇടയിലും സതീശൻ സർക്കാർ കയ്യടി നേടിയ ചില നല്ല തീരുമാനങ്ങളുണ്ട്. അതിലൊന്ന് സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ മകൾക്ക് സർക്കാർ സർവീസിൽ ജോലിക്ക് പ്രവേശിക്കാനുള്ള ഉത്തരവ് നൽകിയത്. ഖജനാവ് പരിമിതിയിലും ഓണത്തിന് സർക്കാർ ജീവനക്കാരോടുള്ള കരുതൽ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. പക്ഷേ നമുക്ക് അതുമാത്രം പോരാ. നമുക്ക് വേണ്ടത് നല്ല നിക്ഷേപകരും സംരംഭകരും ആണ്. അതും സതീശൻ സർക്കാർ കണ്ടെത്തും. പ്രതീക്ഷകൾ കാറ്റിൽ പറത്താതെ കേരളത്തെ കടക്കെണിയിൽ നിന്നും രക്ഷിക്കാൻ സതീശൻ സർക്കാരിന് സാധ്യമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ട കേരള ജനത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.